ഒരു സ്തുതിപാടുമായിട്ട് നിങ്ങൾ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് കുറെ ആള്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ ലീഗിന്റെ സൈറ്റിലൊക്കെ കാണാം. ഞങ്ങൾക്ക് അതിൽ ഒരരോചകവും ഇല്ല, ശരിയായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയപരമായ വിമർശനം ഉണ്ടാവും. ലീഗിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ്. AK ആന്റണി, ഉമ്മൻചാണ്ടി, ഇവരെ കുറിച്ചെല്ലാം ഒട്ടേറെ വാഴ്ത്തലുകൾ, പുകഴ്ത്തലുകൾ. ഇപ്പൊ അദ്ദേഹം മരിച്ചതിന് ശേഷം അത് വാഴ്ത്തപ്പെട്ട ഒരു സ്ഥലമായി അവിടെ ആളുകൾ പോയി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്താ അതിൽ വിരോധം? ഞങ്ങൾ ആരെങ്കിലും അതിനെതിരെ ഒരക്ഷരം മോശമായിട്ട് പരാമർശിച്ചോ? നിങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന അന്തരീക്ഷം എന്താ? ക്യാമറ അഴിമതി ആര്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. സ്പ്രിംഗ്ലർ അഴിമതി ആരുടെ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഡാറ്റ കൊള്ള ആര്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. എന്തെല്ലാം കാര്യമാണ് ഒരു വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ? ഒരാൾ ഒരു കമ്പനി തുടങ്ങാൻ വന്നാൽ ആ കമ്പനി തുടങ്ങുന്ന ആള് അതിന് നിയമപരമായി സംസ്ഥാനത്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ആ തുടങ്ങാവുന്ന നിയമപരമായ അംഗീകാരം നേടിയെടുത്താൽ അതിന് കാശ് വാങ്ങി എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ മര്യാദ? എന്ത് രാഷ്ട്രീയ മര്യാദയത്? നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിക്കലാണോ? ഒരു പുകമറ സൃഷ്ടിച്ച ഒരാളെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണോ? ഈ വസ്തുത ഒന്നുമല്ലല്ലോ. ഏത് വസ്തുതയുടെ ഭാഗമായി? വെള്ളം കിട്ടും. ഞാൻ ചോദിക്കും, വെള്ളം കൊടുക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള വാട്ടർ അതോറിറ്റി അതിന്റെ ഭാഗമായിട്ട് പരിശോധന തീരുമാനിക്കൂലേ? അവർ ജലസംഭരണി എന്ന് പറയുന്നുണ്ട്. കണ്ണൂർ ഒരു വിസ്മയ പാർക്ക് ഉണ്ട്. അവിടെ ഏതാണ്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ശേഖരിച്ചാണ് അവർ ആ പാർക്ക് മുഴുവൻ നടത്തുന്നത്. പുതിയ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവാം. അതിന്റെ ഭാഗമായിട്ട് ചെയ്തൂടെ? സാർ, ഇത് ആസൂത്രിതമായ ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് തുടങ്ങാൻ അനുവദിക്കില്ല. ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരാൻ പാടില്ല. അതിവേഗ റെയിൽവേ, അർദ്ധതിവേഗ റെയിൽവേ ഇവിടെ പറ്റില്ല. കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ പാടില്ല. ആളുകൾക്ക് ജോലി കിട്ടുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല. ഇതെന്തൊരു പ്രതിപക്ഷ നിലപാടാണ്? ഈ കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത്? ഇവിടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, അതിന്റെ ഭാഗമായിട്ടുള്ളവർ, അവർക്കെല്ലാം അവസരം ലഭ്യമാവുമ്പോ ആ അവസരം ലഭ്യമാക്കാൻ ആവശ്യമായത് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ആ ഗവൺമെന്റിന്റെ ചുമതലയല്ലേ? ആ ചുമതല നിർവഹിക്കാനല്ലേ മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും കേരളത്തിലെ ജനങ്ങൾ തുടർഭരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? എന്നിട്ട് ബഹുമാനവനായ കൽപ്പറ്റാംഗം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇതിൽ ഒരു കാര്യം ഞങ്ങളും പറയാം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ, പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് സിൽവർ ലൈൻ ആയാലും ഏത് വികസന പദ്ധതി ആയാലും ആര് കൊടുകുത്തിയാലും അത് പൂർത്തിയാക്കിയേ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. വികസനത്തെ മുടക്കാൻ വരികയാണ്. ആ മുടക്കുന്നതിന്റെ ഒക്കെ തന്ത്രം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ വീണ്ടും ഒരു അധികാര തുടർച്ച ഉണ്ടാവും. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ, ജനങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഭാഷ വരാത്തതാണ്, വികസനത്തെ മുരടിപ്പിക്കാൻ നടത്തുന്ന ശ്രമമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. സാർ, ഒരു മഴവിൽ സഖ്യമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. UDF അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി, SDPയും BJPയും സംഘപരിവാറും ചേർന്ന് കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ തകർക്കാൻ അപവാദ പ്രചരണങ്ങളിലൂടെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും അതിന്റെ രാഷ്ട്രീയത്തെയും ഛേദോവധം ചെയ്യാൻ ഈ കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ സമ്മതിക്കില്ല, അതിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അഭിമാന പോരാട്ടത്തിന്റെ ദിനങ്ങളായി ഈ കേരളം മാറും.